ഞങ്ങളുടെ നാട്ടിൽ പണ്ട് TH മുസ്തഫ എന്ന് പറഞ്ഞൊരു നേതാവുണ്ട്. ആള് മഹാ തൻ്റെ അടിയും പ്രമാണിയുമായിരുന്നു. ഏത് പ്രതിസന്ധിയെ നേരിടാൻ പോകുന്ന ചങ്കൂറ്റമുള്ള ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിന് ഔപചാരിക വിദ്യാഭ്യാസം അല്പം കുറവായിരുന്നെങ്കിൽ തൻ്റെ ഇടവും സാമാന്യ യുക്തിയും നല്ലോണം ഉണ്ടായിരുന്നു. അപാര കോമൺ സെൻസ്. 1977 മുസ്തഫ ആലുവയിൽ ആദ്യം മത്സരിക്കുന്നത്. അന്ന് അദ്ദേഹം ജയിച്ചു. 80 അദ്ദേഹം പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് 82 മുതൽക്ക് കുന്നത്തുനാട് മണ്ഡലത്തിൽ മത്സരിച്ചു. ആ 82-ലും 87-ലും 91-ലും വിജയിച്ചു. 96 ചെറിയ വ്യത്യാസത്തിൽ അദ്ദേഹം തോറ്റുപോയി. അദ്ദേഹം മന്ത്രിസ്ഥാനം കഴിഞ്ഞിട്ട് ഉള്ള ആദ്യത്തെ മത്സരമായിരുന്നു. ചെറിയ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു. പിന്നീട് 2001-ലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചു. വലിയ ഭൂരിപക്ഷത്തോട് വിജയിച്ചു. കുന്നത്തുനാട് മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം അതായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. 5 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ മുസ്തഫ തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് സവിനയം വിരമിച്ചു. അദ്ദേഹത്തിന് വേണമെങ്കിൽ പിന്നെ തുടരാമായിരുന്നു. അദ്ദേഹത്തെക്കാൾ പ്രായം കൂടിയ പല ആളുകളും അന്ന് തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്നു. പക്ഷേ ഇത് മതി, ഇത്രയൊക്കെ ആയല്ലോ എന്ന് കരുതി രംഗത്തുനിന്ന് പിന്മാറി മുസ്തഫ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ മക്കൾ ഒന്നിലധികം പേർ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. പക്ഷെ അവരാരെങ്കിലും തൻ്റെ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് നിർത്തണം, അവരെ MLA ആക്കി കാണണം അല്ലെങ്കിൽ മന്ത്രിയാക്കി കാണണം എന്നൊന്നും പുള്ളി ആഗ്രഹിച്ചില്ല. പുള്ളി ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് സവിനയം വിരമിച്ചു. കുന്നത്തുനാട്ടിലോ അല്ലെങ്കിൽ പെരുമ്പാവൂരിലുള്ള ആരും തന്നെ മുസ്തഫാക്ക വീണ്ടും മത്സരിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയില്ല. സമ്മർദ്ദം ചെലുത്തിയാലും പുള്ളി ചെവിക്കൊള്ളുകയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആള് തൻ്റെ അടിയായിരുന്നു, പ്രമാണിയായിരുന്നു. ആര് പറഞ്ഞാലും വകവയ്ക്കാതിരിക്കാനുള്ള തൻ്റെ ഇടമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത് പറയാൻ കാര്യം, അദ്ദേഹത്തെ മുസ്തഫയെ ഓർമ്മിക്കാൻ കാര്യം, നമ്മുടെ K. ബാബു എന്ന് പറഞ്ഞ മറ്റൊരു നേതാവ് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുണ്ട്. മുസ്തഫ പെരുമ്പാവൂർക്കാരനാണെങ്കിൽ K. ബാബു അങ്കമാലിക്കാരനാണ്. പലരും ധരിച്ചിട്ടുള്ള പുള്ളി തൃപ്പൂണിത്തുറക്കാരനാണ്. അല്ല, K. ബാബു അങ്കമാലിക്കാരനാണ്. ബാബു അങ്കമാലി മുനിസിപ്പൽ ചെയർമാനായിട്ടാണ് അംഗം തുടങ്ങിയത്. 1979-80 കാലത്ത്, അല്ല 1981 കാലത്താണ്, 80-81 കാലത്താണ് ബാബു അങ്കമാലി മുനിസിപ്പൽ ചെയർമാനാകുന്നത്. K. ബാബു ആദ്യമായിട്ട് നിയമസഭയ്ക്ക് മത്സരിക്കുന്ന 1991-ലാണ്. അന്ന് അദ്ദേഹം തീരെ ജയസാധ്യത ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് തൃപ്പൂണിത്തുറയ്ക്ക് പോകുന്നത്. കാരണം തൃപ്പൂണിത്തുറ മാർക്സിസ്റ്റുകാരുടെ കോട്ടയാണ്. അവിടെ പ്രബലനായ MM ലോറൻസാണ് എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. പക്ഷേ ബാബു ജയിച്ചു. ബാബു ജയിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് ശ്രീ രാജീവ് ഗാന്ധി ബോംബ് പൊട്ടി മരിച്ചു. അതേ തുടർന്ന് വലിയൊരു സഹതാപ തരംഗമുണ്ടായി. ആ സഹതാപത്തിൽ മറ്റ് പല നേതാക്കളും ജയിച്ച കൂട്ടത്തിൽ ബാബു ജയിച്ചു. അങ്ങനെ 91-ൽ ബാബു ആദ്യമായിട്ട് തൃപ്പൂണിത്തുറയിൽ ജയിച്ചു. 96-ൽ ഇടതുപക്ഷ തരംഗമാണ്, പക്ഷേ ബാബു അതിജീവിച്ചു. കാരണം ബാബു നല്ല പെരുമാറ്റം കൊണ്ട്, ബഹുജന സമ്പർക്കം കൊണ്ട് തൃപ്പൂണിത്തുറയിൽ വളരെ ജനകീയനായി മാറി. 96-ൽ ജയിച്ചു, 2001-ൽ ജയിച്ചു, 2006-ൽ ജയിച്ചു. 2006 ആയപ്പോഴത്തേക്കും VS തരംഗമുണ്ടായി. അതിനെയും ബാബു അതിജീവിച്ചു. അന്ന് 4 പേരാണ് എറണാകുളം ജില്ലയിൽ നിന്ന് UDF-കാരായിട്ട് ജയിച്ചത്. അതിലൊരാൾ ബാബുവായിരുന്നു. 2011 ജയിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം 2011-ൽ വീണ്ടും ജയിച്ചു. അപ്പോഴത്തേക്കും മണ്ഡലത്തിൻ്റെ അതിർത്തികൾ മാറി. 2014 ആയപ്പോഴത്തേക്കും പണ്ട് തന്നെ ഇടതുപക്ഷക്കാർക്ക് പ്രാമുഖ്യം ഉണ്ടായിരുന്ന തൃപ്പൂണിത്തുറ മണ്ഡലം കൂടുതൽ ഇടതുപക്ഷ മണ്ഡലമായിട്ട് മാറി. അതായത് തൃപ്പൂണിത്തുറയിൽ മാർക്സിസ്റ്റുകാർ കൂടുതലുള്ള പ്രദേശങ്ങളും പള്ളുരുത്തി മണ്ഡലത്തിൽ മാർക്സിസ്റ്റുകാർ മാത്രം ഉണ്ടായിരുന്ന പ്രദേശങ്ങളും കൂടി ചേർത്ത് ഒരു പുതിയ തൃപ്പൂണിത്തുറ നിലവിൽ വന്നു. അവിടെ സാധാരണ ഇതിലൊരു കോൺഗ്രസ്സുകാരൻ ജയിക്കാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ ബാബു ജയിച്ചു. അത്ര വലിയ കോണ്ടാക്ട്സ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ജയിച്ചു. അദ്ദേഹം മന്ത്രിയുമായി. ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ 5 കൊല്ലം പുള്ളി എക്സൈസ് മന്ത്രിയായിട്ട് തുടർന്നു. പക്ഷേ അതിനുശേഷം പുള്ളിയുടെ പേരിൽ പല അപവാദങ്ങളും വിവാദങ്ങളൊക്കെ ഉണ്ടായി. ഈ ബാർക്കോഴ കേസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേര് തെരുവിലേക്ക് വലിച്ചഴക്കപ്പെട്ടു. 2011-ലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ പരാജയപ്പെട്ടു. തൃപ്പൂണിത്തുറയിൽ ബാബു തോറ്റതിൻ്റെ ഒരു പ്രധാന കാരണം, BJP സ്ഥാനാർത്ഥിയായിട്ട് പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ മത്സരിച്ചു. അന്യതാ കോൺഗ്രസ് കിട്ടുമായിരുന്ന ഒരുപാട് വോട്ട് അദ്ദേഹം പിടിച്ചു എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ CPM സ്ഥാനാർത്ഥിയായിട്ട് യുവ പോരാളി M. സ്വരാജ് വന്നു. അന്യത ലഭിക്കുമായിരുന്ന കുറേ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളും ബാബുവിന് നഷ്ടപ്പെട്ടു. അങ്ങനെ ബാബു തൃപ്പൂണിത്തുറയിൽ പരാജയപ്പെട്ടു. ഈ ഏതാണ്ട് നേരത്തെ മുസ്തഫയ്ക്കുണ്ടായ അതേ അനുഭവം ബാബുവിനുണ്ടായി. മുസ്തഫ 96-ലാണെങ്കിൽ ബാബു 2016-ലായിരുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. അതിനുശേഷം ബാബു 5 കൊല്ലം സ്വസ്ഥമായിട്ടിരുന്നു. അതിനിടയ്ക്ക് അദ്ദേഹം എല്ലാ കല്യാണങ്ങൾക്കും എല്ലാ അടിയന്തരങ്ങൾക്കും എല്ലാ ചാത്തങ്ങൾക്കും പങ്കെടുത്തിരുന്നു.
അത് പുള്ളി പണ്ട് ചേർന്നു. അദ്ദേഹം വീണ്ടും ഇതിലൊക്കെ പങ്കെടുത്തു. കൊറോണ കാലത്ത് പോലും ബാബു മണ്ഡലത്തിൽ സജീവമായിരുന്നു. വീണ്ടും അദ്ദേഹം മത്സരിക്കും. അപ്പോഴത്തേക്ക് ശബരിമല അയ്യപ്പൻ ഒരു വലിയ വിഷയമായിട്ട് അവതരിച്ചു. അയ്യപ്പൻ പുലിപ്പുറത്ത് ബാബുവിൻ്റെ രക്ഷയ്ക്ക് വന്നു. ശബരിമല മേൽശാന്തിയായിരുന്ന ഒരു നമ്പൂരിയാണ് ബാബുവിന് ജാമ്യസംഖ്യ എടുത്തു കൊടുത്തത്. അങ്ങനെ ശബരിമല അയ്യപ്പൻ മുൻനിർത്തി ബാബു മത്സരിച്ചു. ബാബു ജയിച്ചു. സ്വരാജ് തോറ്റു. വലിയ ഇടതുപക്ഷ തരംഗത്തിനിടയിൽ ബാബു പഴയ ബാബുവായിട്ട് മാറി. അങ്ങനെ ബാബു ജയിച്ചു. ബാബു ഇത്തവണത്തോടി തെരഞ്ഞെടുപ്പ് രംഗത്ത് പിന്മാറുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. ബാബു വ്യക്തിപരമായിട്ട് എന്നോടും പറഞ്ഞു, ബാബു പിന്മാറുമെന്ന് നേരത്തെ കേട്ടിരുന്നു, ഇനി മത്സരിക്കില്ല എന്ന് അദ്ദേഹം പലരോടും പറഞ്ഞിരുന്നു, പരസ്യമായിട്ടും പറഞ്ഞിരുന്നു. ഒരിക്കൽ വ്യക്തിപരമായിട്ട് എന്നോട് ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് മുതിർന്ന പത്രപ്രവർത്തകനായ പി രാജൻ്റെ നവതി ആഘോഷത്തിനിടയ്ക്ക് അവിടെ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, വക്കീലെ ഞാനില്ലാണ്ടോ, ഞാൻ നിർത്തി, ഇപ്പോൾ അനാരോഗ്യം നല്ലോണം ഉണ്ട്, ഇനിയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ധാർമ്മികമായ ധീരതയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം കോൺഗ്രസ് പാർട്ടിയിൽ സാധാരണ ഒരാൾ എന്താ പറയുക, വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടാലല്ലാതെ ഒരു മണ്ഡലത്തിൽ നിന്ന് ഒഴിവാകുകയില്ല. നിൽക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല, കിടന്നിടത്തു നിന്ന് പോകാനും പറ്റാത്ത അവസ്ഥയിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അങ്ങനെ മത്സരിക്കണം. ഇനി ഏതേത് സ്ഥാനമാനങ്ങൾ കിട്ടണം എന്നാഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം നേതാക്കന്മാർ. കോൺഗ്രസ്സുകാർ പ്രത്യേകിച്ചും അങ്ങനെയാണ്. ഏതായാലും കെ ബാബു ഇനി ഒരു അംഗത്തിന് ബാല്യമില്ല എന്ന് പറഞ്ഞ് രംഗത്ത് നിന്ന് പിന്മാറുക. പക്ഷേ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായത്, ഞാൻ അതിനെപ്പറ്റിയാണ് ഈ പറയാമോ. ഈ ബാബുവിനൊരു സൽബുദ്ധി തോന്നി പുള്ളി രംഗത്ത് നിന്ന് പിന്മാറുന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇദ്ദേഹത്തെ ഇനിയും ഈ രംഗത്തേക്ക് വലിച്ച് ഇഴച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകൾ ഒന്നുകിൽ അദ്ദേഹത്തോടുള്ള വിരോധമായിരിക്കും, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പകരം വേറെ ആരെങ്കിലും വന്നാലോ എന്ന കുശുമ്പോ കുന്നായ്മയോ ആയിരിക്കും. അയ്യോ ബാബു പോകല്ല് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുക. ബാബു ചേട്ടൻ ഇനിയും മത്സരിക്കണം, ചേട്ടൻ തന്നെ മത്സരിച്ച് തൃപ്പൂണിത്തുറക്കാരെ സൽഗതി കൊടുക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഒരു മനുഷ്യൻ ഇത്രയും കാലം MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു, ഒരു തവണ തോറ്റു, അത് കഴിഞ്ഞ് തിരിച്ചു വന്നു, കഴിവ് തെളിയിച്ചു, അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ തെളിയിച്ചു, അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടായി. ഇനിയും അദ്ദേഹത്തെ വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിലേക്ക് ഉന്തിത്തള്ളി വിടുക എന്ന് പറഞ്ഞത് അദ്ദേഹത്തോടുള്ള ഒരു ക്രൂരതയാണ്, അതിലുപരി നാട്ടുകാരോടുള്ള ഒരു വെല്ലുവിളിയാണ്. അങ്ങനെയൊന്നും ഒരാളോടും ചെയ്യാൻ പാടില്ല, ഒരു നാടിനോടും ചെയ്യാൻ പാടില്ല, ഒരു മണ്ഡലത്തോടും ചെയ്യാൻ പാടില്ല. കെ ബാബു എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ നല്ല ബുദ്ധി കൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് പിന്മാറാമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ബാബു ചേട്ടൻ തന്നെ വേണം തൃപ്പൂണിത്തുറയെ നന്നാക്കാൻ എന്ന് പറയുന്നവരുടെ ഉള്ളിലുള്ള ബുദ്ധി ഏതായാലും നല്ല ബുദ്ധിയല്ല. അവർ സതുദ്ദേശപ്രേരിതമായിട്ടല്ല ഇത് ചെയ്യുന്നത് എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. ഇതുപോലെയുള്ള ദ്രോഹികളാണ് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി, നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഇവരുടെ വാക്ക് കേട്ട് ഇനി ഒരംഗത്തിന് ബാല്യമുണ്ട് എന്ന് കരുതി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ശ്രീ കെ ബാബു ഇറങ്ങുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ബാബു പോയാൽ വേറെ എത്രയോ ആളുകൾ ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അവർക്കൊരു അവസരം കിട്ടാൻ വേണ്ടി അദ്ദേഹം രംഗത്തുനിന്ന് പിന്മാറുകയാണ്. TH മുസ്തഫയെ പോലെ ഇദ്ദേഹവും മക്കളെ ഒന്നും പൊട്ടിയടിച്ച് സ്ഥാനപദ മോഹികളായിട്ട് രംഗത്ത് കൊണ്ടുവന്നിട്ടില്ല. ദൈവഗുരുത്വം കൊണ്ട് അദ്ദേഹത്തിന് 2 പെൺമക്കളാണ്. അവരുടെ ഭർത്താക്കന്മാർക്ക് രാഷ്ട്രീയ മോഹങ്ങളില്ല. അതുകൊണ്ട് കെ ബാബു ഇത്തവണ അരങ്ങൊഴിയും. ആ സ്ഥാനത്ത് കൊള്ളാവുന്ന ഒരാൾ സ്ഥാനാർത്ഥിയായിട്ട് വരും, കൊള്ളാവുന്ന ഒരാൾ തൃപ്പൂണിത്തുറയ്ക്ക് MLA ആയിട്ട് വരും എന്ന് ആഗ്രഹിക്കാനും അങ്ങനെ വിശ്വസിക്കാനുമാണ് എനിക്കിഷ്ടം. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ശ്രീ കെ ബാബുവിന് വിശ്രമ ജീവിതം ആശംസിക്കുന്നു.